വെറുതെ ഒരു മോതിരം കൊണ്ട് കൊടുക്കാനല്ല ആ ഹനുമാൻ സ്വാമി അവിടെ ചെന്നത്. മാത്രമല്ല അവിടെ ഹനുമാന്റെ മഹിമ അവിടെ കൊണ്ട് തീരുന്നില്ല. പിന്നീട് അവിടെ പറയുന്നു, വിക്രാന്തസ്ത്വം സമർത്ഥസ്ത്യം പ്രാജ്ഞസ്ത്വം വാനരോത്തമ യനേദം രാക്ഷസപദം ത്വയേകേന പ്രദർശിതം. അവിടെ പറയുന്ന വാക്കില് വിക്രാന്തസ്ത്വം സമർത്ഥസ്ത്വം പ്രാജ്ഞാസ്ത്വം വാനരോത്തമ യനേദം രാക്ഷസപദം ത്വയേകേന പ്രദർശിതം. ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ദീപാരാധനയിലേക്ക് നമുക്ക് കിടക്കാം. സീതാദേവി പറയുന്ന ഈ ശ്ലോകമാണ് പഞ്ചമുഖമായിരിക്കുന്ന ഹനുമാൻ സ്വാമിയുടെ മുഖത്തിന്റെ ആ പ്രമാണം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമഃ. മാതാപിതാ യുവതയസ്തനയാ വിഭൂതി സർവം യദേവ നിയമേന മദന്വയാനം ആദ്യശ്ച നകുലപതേർവകുലാഭിരാമം ശ്രീമത്വദംഘ്രിയുഗളം പ്രണമാമി മൂർധന. യോ നിത്യമച്യുതപദാംബുജയുഗ്മരുക്മാവ്യോമഭിതസ്പതിതരാണി തൃണായ മേനെ അസ്മദ്ഗുരോർഭഗവതോസ്യ ദയേക സിന്ധോ രാമാനുജസ്യ ചരണോ ശരണം പ്രപദ്യേ. ലക്ഷ്മീനാഥസമാരംഭം നാഥയാമുനമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പര. രാമാനുജതയാപാത്രം ജ്ഞാനവൈരാഗ്യഭൂഷണം ശ്രീമദ് വെങ്കടനാഥായ വന്ദേ വേദാന്തദേശികായ നമഃ. കവിതാർഹിക സിംഹായ കല്യാണ ഗുണശാലിനെ ശ്രീമദ് വെങ്കടനാഥാര്യ വന്ദേ വേദാന്തഗുരവേ നമഃ. കുങ്കുമാങ്കിതവർണായ വന്ദേന്ദുധവളായ വിഷ്ണുവാഹന നമസ്തുഭ്യം നമസ്തേ പക്ഷിരാജായ തേ നമഃ. യസ്യദ്വിതരവക്ത്രാദ്യപാരിഷദ്യപരശതം വിഘ്നം നിഘ്നന്തി സതുതം വിക്ഷസ്വേനം തമാശ്രയേ. വാമേ വൈകുണ്ഠശയ്യാഭണിപതി ഘടകോ വാസുകി ബ്രഹ്മസൂത്ര രക്ഷേന്ന തർക്ഷകേന ഗരുതിരകടിതടച്ചാരു കാർക്കോടഹാര പത്നം കർണേപസവ്യേ പ്രതിമപതി മഹാപത്മമന്യത്ര വിഭ്രച്ചൂടായം ശംഖവാലാം ഗുളികമപി ദക്ഷിണേ പക്ഷിമല്ല. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖ വന്ദേ വാത്മീകി കോകിലം. അഞ്ജനാനന്ദനം വന്ദേം ജാനകീകാന്തം അഞ്ജനേയമതിപാടലാനനം കാഞ്ചനാദ്രികമനീയ വിഗ്രഹം പാരിജാത തരുമൂലവാസിനം ഭാവയാമ പവന്മാനനന്ദനം. അഞ്ജനാനന്ദനം വീരം ജാനകീ ശോകനാശനം കവീശം അക്ഷഹന്താരം വന്ദേ ലങ്കാഭയങ്കരം. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ആഞ്ജനേയമതിപാടലാനനം കാഞ്ചനാദ്രികമനീയ വിഗ്രഹം പാരിജാത തരുമൂലവാസിനം ഭാവയാമി പവമാനനന്ദനം. ജ്ഞാനാനന്ദമയം ദേവം നിർമ്മലസ്ഫടികാകൃതിം ആധാനം സർവവിദ്യാനാം ഹയഗ്രീവമുപാസ്മരേ. ഇന്നലെ രാമായണത്തിലെ സുന്ദരകാന്ഡത്തിലെ സീതാ അന്വേഷണത്തിന് ലങ്കയിലേക്ക് എത്തിച്ചേർന്ന ഹനുമാന്റെ വീരചരിതങ്ങളെയാണ് നമ്മൾ കേട്ടത്. രാവണന്റെ ലങ്കയിലെ മനോഹരമായിരിക്കുന്ന എല്ലാ സ്ഥാനങ്ങളെയും ഒരു ഗരുഡൻ എങ്ങനെയാണോ തൻ്റെ ഇരയെ അന്വേഷിച്ച് വട്ടമിട്ട് പറക്കുന്നത് എന്നതുപോലെ ഭഗവാൻ ചെറിയ കൃഷശരീരനായിട്ട് മാറിക്കൊണ്ട് ഹനുമാൻ സ്വാമി ലങ്ക മുഴുവൻ അരിച്ചു പെറുക്കി രാവണന്റെ അന്തഃപുരം ഉൾപ്പെടെയുള്ള എല്ലായിടത്തും. അവിടെ സീതാദേവിയെ കണ്ടുകിട്ടാതിരുന്ന സന്ദർഭത്തില് അവിടെ വളരെ വിശേഷപ്പെട്ട ഒരു ശ്ലോകത്തെ അവിടെ സൂചിപ്പിക്കുന്നു. നമോസ്തു രാമായ സലക്ഷ്മണായ ദേവ്യേ ച തസ്മൈ ജനകാത്മജായേ നമോസ്തു രുദ്ര ഇന്ദ്രയമാനിലേഭ്യ നമോസ്തു ചന്ദ്രാഗ്നിമരുദ്ഗണേഭ്യ എന്ന് ഒരു ശ്ലോകത്തില് അവിടെ അല്ലയോ സീതാ ലക്ഷ്മിയായിരിക്കുന്ന സീതാദേവിയെ എൻ്റെ മുന്നിൽ വന്ന് തെളിയണേ എന്ന ഹനുമാൻ സ്വാമിയുടെ പ്രാർത്ഥന. നഷ്ടപ്പെട്ട വസ്തുക്കളൊക്കെ തിരിച്ചു കിട്ടാൻ ഈ പ്രാർത്ഥന വളരെ ഉപകരിക്കുന്നതാണ്. ഇന്നലെ അതേപോലെ നമ്മുടെ യജ്ഞവേദിയിലും മധ്യാഹ്നത്തിൽ ഒരമ്മ വന്ന് അവരുടെ ഒരു വസ്തു നഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് അവർക്കൊരു സംശയം. നമ്മളും പറഞ്ഞു, സുന്ദരകാന്ഡം പാരായണം ചെയ്ത സമയമാണ്, അതുകൊണ്ട് തന്നെ ഒരിക്കലും നഷ്ടപ്പെടില്ല എന്ന് പറഞ്ഞു. അവരിന്ന് വന്ന് അവരുടെ വസ്തു തിരിച്ചു കിട്ടിയതിന്റെ സന്തോഷം അറിയിക്കുകയും ചെയ്തു. അപ്പോൾ ഒരിക്കലും നഷ്ടപ്പെട്ട വസ്തുവിനെ തിരിച്ചു കിട്ടാൻ ഈ ഹനുമാൻ സ്വാമിയുടെ ഈ ശ്ലോകത്തെ പൊതുവെ ആചാര്യന്മാര് ഒക്കെ പറയാറുണ്ട്. അപ്പോ പിന്നീട് അങ്ങനെ ഈ ശ്ലോകം ചൊല്ലി കഴിയുമ്പോഴാണ്
അമ്മയായിരിക്കുന്ന സീതാദേവിയെ മനസ്സാൽ സ്മരിച്ചുകൊണ്ട്, മനസ്സാൽ നമസ്കരിച്ചുകൊണ്ടിരിക്കുന്ന ഹനുമാൻ സ്വാമിയുടെ മുന്നിലാണ് അതുവരെ തന്റെ കണ്ണിൽ ശ്രദ്ധപ്പെടാതെ ഇരുന്ന അശോകവനത്തെ കാണുന്നത്. ഹനുമാൻ സ്വാമി നേരെ അശോകവനത്തിലെ ശിംശിബ എന്നറിയപ്പെടുന്ന ഒരു വൃക്ഷത്തിന്റെ മുകളിലേക്ക് എത്തിച്ചേർന്നു എന്നാണ്. ബ്രാഹ്മ മുഹൂർത്തം അടുക്കാറായി. അവിടെയും നിരവധി സ്ത്രീജനങ്ങള്, രാക്ഷസി സ്ത്രീകളൊക്കെ ഇരിക്കുന്നത് കണ്ടു. ഇതിലെവിടെയാണ് സീത എന്ന് അമ്മ അന്വേഷിച്ച് നടക്കും. എവിടെയാണ് സീതാദേവി എന്ന് ഹനുമാൻ സ്വാമി അന്വേഷിച്ച് നടക്കുന്ന സന്ദർഭത്തില് അവിടെ ആചാര്യൻ ഗോവിന്ദരാജനെ സൂചിപ്പിക്കുന്നത് തന്റെ ശരീരത്തിനോട് ചേർന്ന നിറമായതുകൊണ്ടാണ് ശിംശിബ വൃക്ഷത്തെ തെരഞ്ഞെടുത്തതും അതിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ കിളിയെ പോലെ വന്നിരുന്നു. അപ്പോഴാണ് രാവണന്റെ പുറപ്പാടുണ്ടാകുന്ന സന്ദർഭം. രാവണൻ പുറപ്പെട്ടു വന്ന് സീതാദേവിയെ തന്റെ പത്നിയാക്കി മാറ്റാൻ, തന്റെ ആഗ്രഹ പൂർത്തീകരണത്തിന് തയ്യാറാകണമെന്നൊക്കെ അറിയിക്കുന്നു. 10 മാസത്തോളമായി ലങ്കയിൽ വന്നിട്ട്. രാവണൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നു 12 മാസം കാലാവധിയാണ്. അതുകൊണ്ട് തന്നെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, ഇനി 10 മാസം പൂർത്തിയായി. എൻ്റെ കൂടെ എൻ്റെ ആഗ്രഹത്തിന് വഴങ്ങിയില്ലെങ്കിൽ 12ാമത്തെ മാസം സീതാദേവിയെ ഭക്ഷിച്ച് ആ ശരീരത്തെ തന്നെ ഭക്ഷിക്കുമെന്ന രാവണന്റെ പേടിപ്പെടുത്തല്, ഭീഷണി. സീതാദേവി ഇതിന് യാതൊരു മറുപടിയും പറഞ്ഞില്ല എന്നാണ്. ഒരു പുല്ല് മുറിച്ച് തന്റെ മുന്നിലിട്ടു. രാവണന്റെയും ദേവിയുടെയും മധ്യത്തില് ഒരു ദർഭപുല്ലിനെ മുറിച്ചിട്ടു എന്നാണ്. ഇതിനെ വ്യാഖ്യാതാക്കള് നിരവധി വ്യാഖ്യാനത്തിലൂടെ അതിനെ സൂചിപ്പിക്കുന്നു. ഒന്ന്, ഈ പുല്ലിന് സമമാണ് ഈ പറയുന്ന വാക്കുകളൊക്കെ. മറ്റൊന്ന്, സാക്ഷാൽ രാവണനെ ഇതേപോലെ നിസാരമായിട്ട് പിഴുതെറിയാൻ സാധിക്കുമെന്നുള്ള മറ്റൊരർത്ഥം രാവണനെ പോലെയുള്ള ദുഷ്ടഗ്രഹങ്ങളുടെ ദൃഷ്ടി വരാതിരിക്കാൻ, ഗ്രഹണ സമയത്തൊക്കെ നമ്മൾ ക്ഷേത്രത്തില് ദർഭ കൊണ്ട് ആ ഗ്രഹണം ഏൽക്കാതിരിക്കാൻ അവിടെ നമ്മൾ അതിന് ശ്രദ്ധിക്കും, അതിന്റെ ചടങ്ങുകൾ ചെയ്യും. എന്നതുപോലെ ദേവിയുടെ ആ ശരീരത്തിലേക്ക് രാവണന്റെ ദൃഷ്ടി വരാതിരിക്കാനായിരിക്കാം ദർഭ സമർപ്പിച്ചത്. ഇങ്ങനെ നിരവധി വ്യാഖ്യാനങ്ങള്, 10ഓ 11ഓ വ്യാഖ്യാനങ്ങൾ ഈ പുല്ലിനെ ഇട്ടത് അവിടെ സൂചിപ്പിക്കുന്നു. മറ്റൊന്ന്, രാജാവായിരിക്കുന്ന, എന്തൊക്കെ ദുഷ്ടനാണെങ്കിലും രാജാവ് എന്ന സ്ഥാനമുള്ളത് കൊണ്ട് അതിനൊരു ഇരിപ്പിടം എന്നുള്ള രീതിയിൽ ആ ദർഭയെ സമർപ്പിച്ചു. ഇങ്ങനെ പല വ്യാഖ്യാനങ്ങളൊക്കെ ഉണ്ട്. ഏതായാലും അത് രാവണൻ അവസാനം സഖികെട്ട് പറഞ്ഞു, ഇത്തരത്തില് എനിക്ക് ഇംഗിതമായിട്ട് എൻ്റെ ആഗ്രഹത്തിനൊത്ത് നീ മാറിയില്ലെങ്കിൽ 2 മാസത്തിനുള്ളിൽ തന്നെ നിന്നെ ഭക്ഷിക്കുമെന്ന ഭീഷണി മുഴക്കി രാവണൻ അവിടുന്ന് പുറപ്പെട്ടു പോയി. പിന്നീടാണ് രാക്ഷസികൾ തന്നെ ഭയപ്പെട്ടു. അതുകൊണ്ട് തന്നെ പല നല്ല കാര്യങ്ങളും രാവണനെ കുറിച്ച് പറഞ്ഞ് രാമനൊന്നും ഇനി വരില്ല എന്നുള്ള ആ ഒരു കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് എങ്ങനെയെങ്കിലും സീതയെ രാവണന് ആഗ്രഹത്തിനനുസരിച്ച് മാറ്റാൻ അവർ പരിശ്രമിക്കുമ്പോഴാണ് വിഭീഷണന്റെ മകള് ത്രിജട അവിടെ വരുന്നത്. ത്രിജട പറഞ്ഞു, ഞാൻ രാവിലെ തന്നെ ഒരു സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തില് ലക്ഷ്മണനും രാമനും കൂടി സീതാദേവിയുമായിട്ട് പുഷ്പക വിമാനമേറി വടക്ക് ദിക്കിലേക്ക് പോകുന്നതും, എന്നാൽ അതേസമയം തന്നെ ലങ്കേശ്വരനായിരിക്കുന്ന രാവണൻ കറുത്ത വസ്ത്രമൊക്കെ ഉടുത്ത് ചുവന്ന മാലയൊക്കെ പൊതിച്ച് ഒരു കഴുതയുടെ പുറത്ത് കയറി തെക്ക് ദിക്കിലേക്ക് പോകുന്നതായിട്ടും കണ്ടു. അത് കഴിഞ്ഞ് പറഞ്ഞു, ആ രാക്ഷസി നിശാചരികളോട് തന്നെ സൂചിപ്പിച്ചു, നിങ്ങൾ ദേവിയെ ഇത്തരത്തിലെ വാക്കുകളെ കൊണ്ട് ബുദ്ധിമുട്ടിപ്പിക്കരുത്. അവിടെ വളരെ വിശേഷപ്പെട്ട ഒരു ശ്ലോകം തന്നെ അവിടെ ത്രിജട പറയുന്നുണ്ട്. സുന്ദരകാണ്ഡത്തിലെ വളരെ വിശേഷപ്പെട്ട ഒരു ശ്ലോകമാണ്. പക്ഷീജ ശാഖ നിലയം പ്രവിഷ്ട പുനഃപുനശ ഉത്തമ സന്തവാദി സുഖാഗതം വാചമുദീരയാണ് പുനഃപുന ശോതയാതീവ ഹൃഷ്ട. അവിടെ പറഞ്ഞു, ശിംശിബ വൃക്ഷത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു, അവിടെ ഒരു പക്ഷിയെ പോലെ ഇരിക്കുന്ന, ആ പറവയെ പോലെ ഇരിക്കുന്ന, ഒരു പഴം കഴിച്ച് ഭക്ഷണം കഴിച്ച് സംതൃപ്തിയോടെ ഇരിക്കുന്ന ഒരു ചെറിയ പറവയെ കണ്ടോ? ആ പറവ എന്താ പറയുന്നത്? സീതാദേവി പേടിക്കേണ്ട, രാമനിപ്പോ വരും, ആ രാമനെയും കൂട്ടിക്കൊണ്ട് പോകുക, സീതയെയും കൂട്ടി രാമസന്നിധിയിലേക്ക് എത്തിച്ചേരും എന്നല്ലേ ആ പറവ പറയുന്നത് എന്നാ ത്രിജട ആ പറവയെ നോക്കി പറഞ്ഞു എന്നാണ്. ഇത് കേട്ടിട്ടും ആ നിശാചരിമാർക്ക് മനസ്സിലാകാത്തത് കൊണ്ട് തന്നെ ത്രിജട വീണ്ടും പറയുന്നു, നിങ്ങൾ നോക്കൂ, സീതാദേവിയുടെ ഇടത് കണ്ണ് തുടിക്കുന്നു, അതൊരു നല്ല ലക്ഷണമാണ്, ശുഭകാര്യങ്ങള് സംഭവിക്കാൻ പോകുന്നതിന്റെ ലക്ഷണമാണ് ഇതെന്നൊക്കെ പറയുന്നു. ഇത്തരത്തില് ആ ത്രിജടയുടെ വാക്കുകളെ കേട്ട് അവരൊക്കെ ആ ത്രിജയുടെ വാക്കില് അംഗീകരിച്ചുകൊണ്ട് പിന്നെ സീതാദേവിയെ ബുദ്ധിമുട്ടിച്ചില്ല എന്നാണ്. അപ്പോഴാണ് സീതാദേവി ചിന്തിക്കുന്നത്, ഈ രാവണനെ
ഈ ഭീഷണിപ്പെടുത്തൽ എല്ലാ മാസവും ഇങ്ങനെ നടക്കുന്നു. ഇനി 2 മാസം കാലാവധി. രാമൻ വരുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല. അതുകൊണ്ട് തന്നെ ഇനി തൻ്റെ ഈ ശരീരത്തില് ഇനി ബാക്കി അവശേഷിക്കുന്ന ഈ ജീവനെ തന്നെ ഉപേക്ഷിക്കാം. രാമൻ വരുന്നതിനെ യാതൊരു ലക്ഷണവും കാണുന്നില്ല. അതുകൊണ്ട് തന്നെ ശിംശിബാ വൃക്ഷത്തിന് നേരെ ചെന്ന് അവിടെ ശ്ലോകത്തിൽ പറഞ്ഞു, ശോകാവിഭക്ത ബഹുധാ വിചിന്യ സീതാതവേണി ഗ്രഥനം ഗൃഹീത്വ ഉദ്ബദ്ധ്യ വേണും ഗാധവനേന ശീഘ്ര മഹം ഗമിഷ്യാമി യമസ്യ മൂലം. തൻ്റെ കൂന്തലിനെ തന്നെ കഴുത്തിൽ മുറുക്കി ആ മരണ വരിക്കാമെന്ന് തീരുമാനിച്ചുകൊണ്ട് സീതാദേവി ശിംശിബാ വൃക്ഷത്തിന് ചുവട്ടിലേക്ക് എത്തിച്ചേരുന്ന സന്ദർഭം. ഈ ഒരു സന്ദർഭത്തിലാണ് സാക്ഷാൽ ഹനുമാന്റെ ആ പ്രാധാന്യം സുന്ദരകാണ്ഡത്തിൽ എടുത്തു കാണിക്കുന്നത്. ആരാണ് ഹനുമാൻ? സാധാരണ ഒരു ദൂതനല്ല. ഹനുമാന്റെ പുറകിലൂടെ സഞ്ചരിക്കുമ്പോഴേ ഹനുമാന്റെ ഓരോ വാക്കിനെയും ആദ്യം ശ്രീരാമചന്ദ്രൻ അന്ന് കിഷ്കിന്ധാകാണ്ഡത്തിൽ വെച്ച് ലക്ഷ്മണനോട് പറഞ്ഞിരുന്നു. ഇവിടെ ഈ രംഗത്തെയൊക്കെ കാണുമ്പോൾ തന്നെ ഉറപ്പിച്ചു, താൻ ഇതേവരെ അന്വേഷിച്ചു കൊണ്ടിരുന്ന രാമപത്നിയായിരിക്കുന്ന സീത ഈ വരുന്ന ദേവി തന്നെയാണ് എന്ന് ഹനുമാന് ബോധ്യപ്പെട്ടു. സീതാദേവി തന്റെ ശരീരം ഉപേക്ഷിക്കുന്ന ആ സന്ദർഭത്തില്, ആ നിമിഷത്തില് എന്ത് പറയണം എന്ന് ഹനുമാൻ അവിടെ ബുദ്ധിപൂർവം പറഞ്ഞു എന്നാണ്. നേരെ നിന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ രാവണന്റെ മായയാണ് എന്ന് ധരിച്ച് ദേവി വാക്കുകൾ കേൾക്കുന്നതിന് മുമ്പ് ശരീരം വെടിയാം. അതുകൊണ്ട് തന്നെ ഉറപ്പിച്ചു, ഒരു വൃക്ഷത്തിന് മരത്തിന് പുറകില് ഈ ഇരിക്കുന്ന മരത്തിൽ തന്നെ മറിഞ്ഞിരുന്നു കൊണ്ട് പറയാം. അടുത്തത് എന്ത് പറയണം? യതിവാചം പ്രദാസ്യാമി ദ്വിജാതീരിവ സംസ്കൃതം രാവണം മന്യമാനാമാം സീതാഭീതാ ഭവിഷ്യതി. എന്താ പറയേണ്ടത്? സംസ്കൃതത്തിൽ പറയണോ? സംസ്കൃതത്തിൽ പറഞ്ഞാൽ എന്താണ് ദേവി വിചാരിക്കുക? നല്ല പാണ്ഡിത്യമുള്ള ആളാണ് രാവണൻ. അതുകൊണ്ട് തന്നെ സംസ്കൃത ഭാഷയിൽ അതൊരു വാനരനായിട്ട് രൂപം ധരിച്ചിരിക്കുന്ന ഞാൻ പറഞ്ഞാൽ ദേവി ചിന്തിക്കും, ഒരു വാനരൻ എങ്ങനെയാ ഈ ഭാഷയിൽ സംസാരിക്കുക? അതുകൊണ്ട് ഇത് രാവണന്റെ മായയാണ് എന്ന് ചിന്തിക്കും. അതുകൊണ്ട് ഹനുമാൻ ചിന്തിച്ചു, അങ്ങനെ വേണ്ട. പിന്നെയോ, പിന്നെ എന്ത് പറയും, ഏത് ഭാഷ വേണമെന്ന് ചിന്തിച്ചു. പിന്നീട് അവശ്യമേവ വക്തവ്യം മാനുഷം വാക്യം അർത്ഥവത് മയാ സാന്തയിത്തും ശക്യ അന്യാധേയ അതിനിന്ദിത. അവിടെ പറഞ്ഞു മനുഷ്യ ഭാഷയിൽ സംസാരിക്കാം, വാനര ഭാഷയിലല്ല മനുഷ്യ ഭാഷയിൽ സംസാരിക്കാം എന്ന് ഭഗവാൻ തീരുമാനിക്കുന്നു. ഒന്ന് വൃക്ഷത്തിന്റെ പുറകില് മറിഞ്ഞിരുന്ന് സംസാരിക്കാം, മാനുഷ ഭാഷയിൽ സംസാരിക്കാം എന്ന് പറയുന്നു. പിന്നെ എന്ത് സംസാരിക്കണം? അപ്പോഴാണ് ചിന്തിച്ചത്, ഇക്ഷാഗൂണം വരിഷ്ഠസ്യ രാമസ്യ വിദിതാത്മന ശുഭാനി ധർമ്മയുക്താനി വചനാനി സമർപ്പയൻ ശ്രാവയിക്ഷ്യാമി സർവാണി മധുരാം പ്രാഭുവൻ ഗിരാം. മധുരവാക്കുകളെ കൊണ്ട് ഇക്ഷ്വാകുവിന്റെ വംശത്തിൽപ്പെട്ട രാമന്റെ കഥയെ പാരായണം പാടാം, രാമകഥ പാടാമെന്ന് ഹനുമാൻ തീരുമാനിക്കുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ തീരുമാനിക്കാൻ കാരണമെന്ന് അവിടെ പറയുന്നു. രാമായണത്തിന് മറ്റൊരു ആചാര്യന്മാര് കൊടുക്കുന്ന നാമമുണ്ട്, മൃത സഞ്ജീവനി. സീതാദേവി മരണത്തിലേക്ക് നടക്കുന്ന സീതാദേവി ഈ രാമായണ ശ്ലോകം കേൾക്കുന്ന സന്ദർഭത്തിൽ, രാമനെ കുറിച്ച് കേൾക്കുന്ന സന്ദർഭത്തിൽ ഒരു നിമിഷമെങ്കിലും അത് കേട്ട് കഴിയുന്നത് വരെ കാത്തിരിക്കും. അതുകൊണ്ട് തന്നെ കുറച്ച് സമയം അപ്പോൾ അവിടെ ലഭിക്കും. ഈ ബുദ്ധിയുള്ളത് കൊണ്ടാണ് ഹനുമാൻ രാമായണം തന്നെ പാരായണം ചെയ്യാമെന്ന് തീരുമാനിക്കുന്നത്. പിന്നീട് ആദ്യം സൂചിപ്പിച്ചു ഏത് ഭാഷയിൽ വേണം സംസാരിക്കാൻ. ഏവം ബഹുവിധാം ചിന്താം ചിന്തയിത്യാ മഹാത്മനി സംസ്രുവേ മധുരം വാക്യം വൈദേഹ്യ വ്യാജഹാരഃ. മധുര ഭാഷയിൽ സംസാരിക്കാം. ഏതാ മധുര ഭാഷ? അതൊരു വലിയ തർക്കത്തിനുള്ള ഒരു വഴിയാണ്. ഏത് ഭാഷയിൽ സംസാരിക്കും? മധുര ഭാഷ. ഇവിടെ ആചാര്യര് വൈഷ്ണവ സമ്പ്രദായത്തിലെ ആചാര്യര് പറയുന്നത്, നമ്മൾ പറഞ്ഞു രാമാനുജന്റെ 18 തരത്തിലുള്ള രാമായണ അർത്ഥങ്ങളെ ആണ് ഒരു വർഷത്തോളം ഗുരുനാഥന്റെ പക്കൽ നിന്ന് പഠിച്ചത്. അതിനെയാണ് ഇവിടെ ഭൂഷണത്തില് ഗോവിന്ദരാജര് എഴുതിയത്. വൈഷ്ണവ സമ്പ്രദായത്തിൽ പറയുന്നത് ഈ മധുര ഭാഷ തമിഴ് ഭാഷയാണ്. മധുര ഭാഷ. അപ്പോ സംശയം, സീതാദേവി എങ്ങനെയാണ് തമിഴ് പഠിച്ചത്?
അതിന് ഉത്തരം അവിടെ ആചാര്യൻ തന്നെ പറയുന്നു. 10 വർഷത്തെ ആരണ്യവാസത്തിന് ശേഷമാണ് അഗസ്ത്യ മഹർഷിയുടെ ആശ്രമത്തിൽ വന്നത്. പിന്നീട് 3 വർഷം കഴിഞ്ഞാണ് രാവണൻ അപഹരിക്കുന്നത്. അതിന് ഇടയിൽ അഗസ്ത്യ മഹർഷിയുടെ മുമ്പിൽ തെക്ക് ദിക്കിലേക്ക് വന്നു. തമിഴിന്റെ ആചാര്യനാണ് അഗസ്ത്യൻ. തമിഴ് ഭാഷ ആരംഭിക്കുന്നത് ആ എന്ന് പറയുന്ന ശബ്ദത്തിലും അവസാനിക്കുന്നത് എന്ന് പറയുന്ന അഗസ്ത്യൻ എന്ന വാക്കിന്റെ അവസാന അക്ഷരത്തിലുമാണ്. അതുകൊണ്ട് തന്നെ അഗസ്ത്യ മഹർഷിയിൽ നിന്നും പഠിച്ച തമിഴ് ഭാഷ രാമനും ലക്ഷ്മണനും സീതാദേവിക്കും അറിയും എന്നാണ് ആചാര്യർ അവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഭാഷയിൽ സംസാരിക്കാം എന്ന് തീരുമാനിച്ചു. പിന്നീട് ഹനുമാൻ ചിന്തിക്കുന്നത്, രാമ എന്ന ശബ്ദത്തോടു കൂടി വിളിച്ചാൽ ചിലപ്പോൾ ദേവി ചിന്തിക്കും രാമന് വല്ല ആപത്തും സംഭവിച്ചോ എന്ന് കേട്ടുകൊണ്ട് ചിലപ്പോ ബാക്കി കേൾക്കാൻ നിൽക്കില്ല. 10 മാസത്തിലധികമായി ഈ രാക്ഷസന്മാരുടെ ഇടയിൽ ഇരുന്നു കൊണ്ട് രാമശബ്ദം കേട്ടതേയില്ല. അപ്പൊ ഒരു സുപ്രഭാതത്തിൽ രാമശബ്ദം കേട്ടാൽ രാമൻ എന്തെങ്കിലും ആപത്ത് സംഭവിച്ചോ എന്ന് പേടിച്ച് ദേവി ഒരുപക്ഷെ തന്റെ ശരീരം ഉപേക്ഷിച്ചേക്കാം. അതുകൊണ്ട് തന്നെ ഹനുമാൻ ചിന്തിക്കുന്നു രാമശബ്ദത്തിൽ തുടങ്ങണ്ട. പിന്നെയോ അവിടെ ഹനുമാൻ പാടിയ രാമായണമാണ് വളരെ ശ്രേഷ്ഠമായിരിക്കുന്ന, വളരെ ചുരുങ്ങിയ വാക്കുകളിലെ കൊണ്ട് സാക്ഷാൽ സീതാദേവിയുടെ മുമ്പിൽ ഹനുമാൻ പാടിയ രാമായണം. രാജാ ദശരഥോ നാമ രഥകുഞ്ചരവാജിമാൻ പുണ്യശീലോ മഹാകീർത്തി ഇക്ഷ്വാകൂണം മഹായശ തസ്യ പുത്ര പ്രയോജ്യേഷ്ഠ ആരാധ്യവനിഭാനന രാമോ നാമ വിശേഷജ്ഞ ശ്രേഷ്ഠ സർവാനുഷ്മതാം രക്ഷിത്വാ സാസ്യവൃത്തസ്യ സ്വജനസ്യാഭിരക്ഷിത രക്ഷിതാ ജീവലോകസ്യ ധർമ്മസ്യ ച പരം തവ തസ്യ സത്യാഭിസന്ധ്യസ്യ വൃദ്ധ്യസ്യ വചനാത് പിതു സഭാര്യ സഹജാ ഭ്രാത വീരാ പ്രാവൈജിദേവനം തേന തത്ര മഹാരണ്യേ മൃഗയാം പരിധാവത രാക്ഷസാ നിഹതാശൂരാ ബഹവാ കാമരൂപിണ ജനസ്ഥാനവേദം ശ്രുത്വാ നിഹതൗ ഖരദൂഷണൗ തതസ്ഥൗ മർഷവാഹൃത ജാനകീം രാവണേന തു വഞ്ചയിത്വാ വനേ രാമം മൃഗരൂപേണ മായയാ സ മാർഗാണാമസ്താം ദേവീം രാമാ സീതാമനിന്ദിതാം ആസാസാദവനേ മിത്രം സുഗ്രീവം നാമ വാനരം തതസ്ഥാ ബാലിനം ഹത്വാ രാമാ വരപുരഞ്ജയ ആയച്ഛാൻ കവിരാജ്യം തു സുഗ്രീവായ മഹാത്മനെ സുഗ്രീവേണ അഭിസന്ദിഷ്ട ഹരയാ കാമരൂപിണ ദിക്ഷു സർവാസുതാം ദേവീം വിജന്നന്ത സഹസ്രശ അഹം സമ്പാദി വാചാന ശതയോജനമായതാം തസ്യ ഹേതോർവിശാലക്ഷ്യ സമുദ്രം വേഗവാൻ പ്ലുത യഥാരൂപം യഥാവർണം യഥാ ലക്ഷ്മീവതീചതാം അസൗ സാ രാഘവസ്യാഹം സേയാമാസാദിതാമയ. അവിടെ പറഞ്ഞു വെക്കുന്നത് രാമൻ പറഞ്ഞ അതേ രൂപത്തിലുള്ള യഥാരൂപം യഥാവർണം യഥാ ലക്ഷ്മീവതീചതാം ആയിരിക്കുന്ന ലക്ഷ്മിയായിരിക്കുന്ന സീതയെ കണ്ടുകൊണ്ടാണ് ഞാനിത് പറയുന്നത് എന്ന് ഹനുമാൻ പാടി സമർപ്പിച്ചത്. ദേവിയുടെ മുമ്പിൽ രാഘവൻ, അതായത് രാമൻ എന്തൊക്കെയാണോ സീതയുടെ രൂപം വർണ്ണിച്ചത് അതേ രൂപത്തിലുള്ള കണ്ടുകൊണ്ടിരുന്നു കൊണ്ടാണ് ഞാനിത് പറയുന്നത് എന്ന് കേട്ടപ്പോ തത്ശ്രുത്വാ വിസ്മയം പരമംഗത ഇതാ ഞാൻ ആ സീതാദേവിയെ, രാമൻ പറഞ്ഞിരിക്കുന്ന സീതയെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു കേട്ടപ്പോ രാമായണം പാടി കേട്ട നിമിഷം തന്നെ സീതാദേവി തന്റെ ജീവിതത്തിലെ 10 മാസത്തിലോളം ഒരു പ്രതീക്ഷയുമില്ലാതെ രാമൻ എവിടെയെന്നറിയാതെ ഇരിക്കുന്ന സീതാദേവി ആ ശബ്ദം കേട്ടപ്പോ ഈ ശബ്ദം എവിടെ നിന്ന് വന്നു എന്നറിയാനായിട്ട് തന്റെ ചുറ്റും നോക്കിയെന്നാണ്. 10 മാസത്തിലധികമായി തല ഉയർത്തിയിട്ട് രാവണൻ ആ അശോകവാടിയിൽ കൊണ്ട് ഇരുത്തിയതിനു ശേഷം ഒരിക്കലും തല ഉയർത്തി നോക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ തന്റെ കഴുത്തിനെ അവിടെ അവിടെ പറയുന്നുണ്ട്, വാൽമീകി ആ ശ്ലോകത്തിൽ പറയുന്നുണ്ട്, സാ തിര്യംഊർത്തജം തഥാ ഹ്യന്യസ്ത നിരീക്ഷമാണ തമ ചിന്തബുദ്ധിം ദദർശ പിംഗാധിപതേരമാത്യം വാദാത്മജം സൂര്യവിബോധയാതം. തന്റെ കഴുത്ത് ഇടത്തോട്ടും വലത്തോട്ടും ഒക്കെ പതുക്കെ തിരിച്ചിട്ടാണ് ദേവി തല ഉയർത്തിയത്. തല കുറെ സമയം താഴെ, കുറെ മാസം താഴെയിട്ടിരുന്ന ദേവി തല ഇടതോട്ടും വലത്തോട്ടും പതുക്കെ ഒന്ന് ആഞ്ഞു കഴിഞ്ഞാണ് തല ഉയർത്തി നോക്കിയത്. തഥാ അപ്പൊ കണ്ടു, തഥ ശാഖാന്തരേലീനം ദൃഷ്ട്വാചലിത മാനസ വേഷ്ടിർദർജന വസ്ത്രം തം വിദ്യുതാംഗ്രിപിംഗളം.
വെള്ളവസ്ത്രമെടുത്ത സ്വർണ്ണ പിങ്കള വസ്ത്രത്തോട് പിങ്കള നിറത്തോട് കൂടിയ സാക്ഷാൽ ആ ഹനുമാൻ, വളരെ ചെറിയ രൂപത്തിലുള്ള ഹനുമാനെ ദേവി ദർശിച്ചു. വളരെ വിശേഷപ്പെട്ട ഒരു ഭാഗമാണ് ഇത് രാമായണത്തിലെ സുന്ദരകാന്ഡത്തിലെ. അവിടെ ആ ദേവി കാനുപത്മവലാശാക്ഷി കൃഷ്ണതോ ശ്രേയവാസിനി ദ്രുമസ്യ ശാഖാമലംബസ്യ തിഷ്ടസ്യതമനിന്ദതേ. അവിടെ ആ ദേവി തന്റെ കണ്ണുകൾ നിറഞ്ഞുകൊണ്ട്, സീതാദേവി രാമായണ കഥ കേട്ട് കഴിഞ്ഞ നിമിഷം തന്റെ കണ്ണുകളെ നിറഞ്ഞുകൊണ്ട് ചുറ്റും നോക്കി ആ പ്രതീക്ഷയോടെ നോക്കുന്ന സമയത്ത് ആ ഭഗവാൻ ഹനുമാൻ ആ വൃക്ഷത്തിൽ നിന്നും പതുക്കെ താഴെ ഇറങ്ങി വന്നു എന്നാണ്. ദേവിയുടെ സമീപത്ത് വന്നിരുന്ന് ചോദിച്ചു. ദേവിയുടെ ആ താമരക്കണ്ണുകള് നിറഞ്ഞ് ഒഴുകുന്നത് കണ്ടപ്പോ ചോദിച്ചു, രാമായണ കഥ കേട്ടിട്ടാണോ അല്ലയോ സീതാദേവി കണ്ണുകൾ നിറഞ്ഞത്, അതോ രാവണൻ ഭയപ്പെടുത്തിയ ദുഃഖം മൂലം, ഭയം മൂലമാണോ ദേവി കണ്ണ് നിറഞ്ഞത്? അപ്പോ അവിടെ ഞാൻ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന, ഞാൻ ഇവിടെ ചുറ്റും പരതി നടക്കുന്ന ആ സീതാദേവി തന്നെയാണ് ദേവി എന്ന് വിശ്വസിച്ചിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. അമ്മ ആരാണ് എന്ന് ചോദിക്കുന്നതിന് ഉത്തരമായിട്ട് സീതാദേവി പറയും, സ്തനുഷ ദശരഥാസ്യാഹം ശത്രുസൈന്യ പ്രണാശിന രാമദൂതാനന്തൻ. അങ്ങനെ ആ ദേവി പറഞ്ഞു, സ്തനുഷ ദാശരഥസ്യാഹം ശത്രുസൈന്യ പ്രണാശിന. ഇത് തന്നെ വാൽമീകി രാമായണത്തിൽ നമ്മൾ ആദ്യം കേട്ടു. അവിടെ രാവണൻ വന്ന് ചോദിക്കുന്നു ദേവി ആരാണ് എന്ന് ചോദിക്കുന്ന സന്ദർഭത്തിൽ പറഞ്ഞു, ഞാൻ ജനകാത്മജയാണ് എന്ന് പറഞ്ഞ സീതാദേവി ഇപ്പോ ഹനുമാൻ ചോദിക്കുന്നു, ഞാൻ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ദേവി സീതാദേവി ദേവി തന്നെയാണെന്ന് എനിക്ക് ബോധ്യമുണ്ട്, എന്നിരുന്നാലും ഞാൻ ചോദിക്കുന്നു ഭവതി ആരാണ് എന്ന് ചോദിക്കുന്നതിന് ഉത്തരം പറയുന്നു, സ്തനുഷ ദശരഥസ്യാഹം ശത്രു സൈന്യ പ്രണാശിന. ഒരു ശത്രുക്കളെ പോലും പരാജയപ്പെടുത്താൻ സാധ്യമല്ലാത്ത ദശരഥന്റെ മരുമകളാണ് ഞാൻ. ഇതാണ് വാൽമീകി രാമായണം നമുക്ക് തരുന്ന ഉപദേശം. അച്ഛന്റെ പേരിൽ പറഞ്ഞപ്പോ വിവാഹം കഴിഞ്ഞാൽ പിന്നീട് ചെല്ലുന്ന ഗ്രഹത്തിലെ ആ ഭർത്താവിന്റെ അച്ഛനാണ് സ്വന്തം അച്ഛൻ. ഈ ഒരു സന്ദർഭം അവിടെ ഭഗവാന്റെ ഭൂതനാഥോപാഖ്യാനത്തിൽ പറയും. അവിടെ ഭൂതനാഥ ഗീതയിൽ പറയപ്പെടുന്ന ഒരു സന്ദർഭമുണ്ട്. സീതാദേവിയും രാമനും ഒക്കെ അയോധ്യയിലെ ചക്രവർത്തി ആയതിനു ശേഷം കാലം കഴിഞ്ഞ് ഒരിക്കല് ഗയാശ്രാദ്ധം നടത്താനായിട്ട് രാമൻ ആഗ്രഹം. എല്ലാവരെയും, അമ്മമാരെയും സഹോദരന്മാരെയും സീതയും ഒക്കെ കൂട്ടി, സൈനികരെയും മന്ത്രിമാരെയും ഒക്കെ കൂട്ടി ഗയാശ്രാദ്ധത്തിന് ഗയയിലെത്തി, ഇന്നത്തെ ബീഹാറിൽ. അങ്ങനെയുള്ള ഗയയിൽ എത്തിക്കൊണ്ട് ശ്രാദ്ധകർമ്മങ്ങൾ അനുഷ്ഠിച്ചു എന്നാണ്. ആ ശ്രാദ്ധകർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന ഗയയിലൊരു പ്രത്യേകത, പിതൃക്കള് രൂപം ധരിച്ച് പിണ്ഡത്തെ സ്വീകരിക്കും. ഗയയിൽ മാത്രം ഉണ്ടായിരുന്ന ഒരു പ്രത്യേകതയാണ്. അപ്പോ ദശരഥന്റെ പുത്രനായിരിക്കുന്ന രാമൻ പിതൃകർമ്മങ്ങൾ 6 മാസം നീണ്ടു നിൽക്കുന്നതാണ്. ഇന്ന് നമ്മളൊക്കെ ചെന്നാൽ 1 മണിക്കൂർ 1.5 മണിക്കൂർ കൊണ്ട് ശ്രാദ്ധം കഴിയും. ശാസ്ത്രപ്രകാരം 6 മാസം നീണ്ടു നിൽക്കുന്ന ചടങ്ങാണ്. അങ്ങനെ നീണ്ടു നിൽക്കുന്ന ചടങ്ങിലെ പ്രധാനപ്പെട്ട പിണ്ഡം സമർപ്പിക്കുന്ന ദിവസമായപ്പോ സീതാദേവിക്ക് അതിൽ പങ്കെടുക്കാൻ പറ്റാത്ത, സ്ത്രീകൾക്ക് സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ആ ഒരു അവസ്ഥയുണ്ടായി. അതുകൊണ്ട് ദേവിക്ക് മാറിയിരിക്കേണ്ടി വന്നു. മറ്റൊരു ശാല തീർത്ത ദേവിയെ അവിടെ മാറ്റിയിരുത്തിയെന്നാണ്. അപ്പൊ ഇവിടെ ആ പിതൃപിണ്ഡം വെക്കുന്ന സന്ദർഭം സമയമായി എന്ന് ദേവിക്ക് അറിയാം. ദൂരെ നിന്ന് കാണുന്നു. അപ്പോഴാണ് തൻ്റെ അച്ഛനേക്കാൾ പ്രിയപ്പെട്ട ദശരഥനായിരിക്കുന്ന ആ പിതൃവിന്, അച്ഛന് ഒരു പിണ്ഡം വയ്ക്കാൻ പോലും എനിക്ക് ഈ ഒരു അവസരത്തിൽ പറ്റില്ലല്ലോ എന്ന് തീരുമാനിച്ച് ആ ഗയയിലുണ്ടായിരുന്ന മണ്ണ് തൻ്റെ കൈകളെ കൊണ്ട് കൂട്ടി പിണ്ഡത്തിന് സമമാക്കിയെടുത്ത് കണ്ണുനീരാൽ ഉദകം കൊടുത്ത് ജലം കൊടുത്ത് ദേവി ആ പിണ്ഡം സമർപ്പിച്ച സമയത്ത് സാക്ഷാൽ ദശരഥൻ പിതൃലോകത്ത് നിന്നും ഇറങ്ങി വന്ന് ആ പിണ്ഡം സ്വീകരിച്ചു തിരിച്ചുപോയതാണ്. ഒരു ചെറിയ സമയ വ്യത്യാസം. അപ്പോൾ അവിടെ രാമചന്ദ്രൻ ആ പിണ്ഡം സമർപ്പിക്കുന്ന സമയത്ത് ദശരഥൻ എത്തിയില്ല. രാമന്റെ കൂടെ നിന്ന ബാക്കിയുള്ള സൈനികരും അവരുടെ പിതൃക്കൾക്കൊക്കെ പിണ്ഡം സമർപ്പിച്ചപ്പോ എല്ലാവരും വന്ന് എടുക്കുന്നത് രാമൻ കണ്ടു. രാമൻ വിഷമിച്ചുപോയി. അവിടെ കൗസല്യാദേവിയുടെ മുഖത്ത് വേക്കുന്നു നോക്കിയെന്നാണ്. ആ മുഖത്തിന് പല അർത്ഥങ്ങളെ വ്യാഖ്യാനിക്കാം. എന്തുകൊണ്ട് അച്ഛൻ വന്ന് പിണ്ഡം സ്വീകരിക്കുന്നില്ല? എളിഭ്യനായി പോയി മറ്റുള്ളവരുടെ മുമ്പിൽ.
അപ്പോഴാണ് ഹനുമാൻ സ്വാമിയെ വിളിക്കുന്നത്. ഹനുമാൻ പോയി ദശരഥനെ പിതൃലോകത്തു നിന്നും കൂട്ടിക്കൊണ്ടുവന്നു എന്നാണ്. അപ്പൊ ദശരഥൻ പറഞ്ഞു, രാമ, ഞാൻ വരാത്തത് വേറെ വിരോധം കൊണ്ടല്ല, സീത സമർപ്പിച്ച പിണ്ഡം എടുത്ത് ഞാൻ തൃപ്തിയായി, അതുകൊണ്ട് തന്നെയാണ് ഞാൻ വരാൻ വൈകിയത്. അല്ലെങ്കിൽ ഞാൻ തൃപ്തിയായി. പിന്നീട് ആഗ്രഹം അനുസരിച്ചത് ഈ ഒരു അവസ്ഥാനത്തിൽ നിന്നും രാമ അങ്ങയെ ഈ ചുറ്റുപാടുമുള്ള ആളുകളിൽ നിന്നും താൻ കൊടുക്കുന്ന പിണ്ഡത്തെ സ്വീകരിക്കണം, അത് ബോധ്യപ്പെടുത്താൻ വേണ്ടി ഇപ്പോ എത്തിച്ചേർന്നതാണ് എന്ന് പറയുന്ന ഒരു സന്ദർഭമുണ്ട്. അതാണ് വാൽമീകി രാമായണത്തില് നമ്മൾ പഠിക്കേണ്ട, നമ്മൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട കാര്യങ്ങൾ. നിരവധി കാര്യങ്ങളാണ് നമ്മൾ ഇത്രയും ദിവസങ്ങൾ ചർച്ച ചെയ്തത്. അല്ലാതെ വാൽമീകി രാമായണവും അധ്യാത്മ രാമായണവും തമ്മിൽ ഇത് വാദപ്രതിവാദമോ ഏതാണോ തെറ്റാണോ ശരിയാണോ ഇങ്ങനെ തർക്കത്തിലല്ല ഈ പുരാണങ്ങള്. ഇതിൽ നിന്ന് എന്ത് ധർമ്മമാണോ നമ്മൾ സ്വീകരിക്കേണ്ടത് അതിനെ നമ്മൾ ഉൾക്കൊള്ളുക. അവിടെയാണ് പറഞ്ഞത്, ദശരഥന്റെ ആ പൗത്രിയെ, പുത്രന്റെ ഭാര്യയായിരിക്കുന്ന ആ മകളാണ്, ദശരഥന്റെ മകളായിട്ട് അയോധ്യയിലേക്ക് കാൽവെച്ച് വന്ന ആളാണ് ഞാൻ എന്ന് പറഞ്ഞ നിമിഷം മുതൽ പിന്നീട് നമുക്കറിയാം സീതയുടെ ജീവിതത്തില് മംഗളകരമായ കാര്യങ്ങളാണ് നടന്നത്. അങ്ങനെ അന്ന് ദശരഥൻ വരാത്തത് കൊണ്ടാണ് രാമൻ ഗയയില് ഒരു ശാപം കൊടുത്തതെന്ന, ഇനി ആ ഒരു പിതൃക്കളും നേരിട്ട് വന്ന് ഗയയില് ശ്രാദ്ധം സ്വീകരിക്കണ്ട എന്നൊരു ശാപം ഗയയ്ക്ക് കൊടുത്തു എന്നാണ് കഥയിൽ പറയപ്പെടുന്നത്. പിന്നീട് ആ രാമനെ എങ്ങനെ അറിയാം എന്ന് സീതാദേവി ഹനുമാനോട് ചോദിക്കുന്നു. മാത്രമല്ല ദേവി ചോദിക്കുന്നു, നിങ്ങൾ വാനരനാണ്, രൂപത്തില് വാനരൻ എങ്ങനെ നരനായിരിക്കുന്ന ആളുമായിട്ട് സംബന്ധം ഉണ്ടായി? അപ്പോ അവിടെ ദേവി ചോദിക്കുന്നു, രാമനെ കുറിച്ച് അറിയാമെങ്കിൽ രാമനെ കുറിച്ചൊന്ന് പറയൂ. അപ്പോ അവിടെ പറയുന്നത് തന്നെ രാമന്റെ വർണ്ണന ഹനുമാൻ നടത്തുന്നത്, രാമ കമലപത്രാക്ഷ പൂർണ്ണചന്ദ്ര നിഭാനന രൂപദാക്ഷിണ്യ സമ്പന്ന പ്രസുതോ ജനകാത്മജ എന്ന് പറയുന്നതാണ് തുടങ്ങുന്നത്. നമ്മളൊക്കെ ഭഗവാന്റെ വർണ്ണന കേട്ടിട്ടുണ്ട് നല്ല കീർത്തനങ്ങളില്. അടിതൊട്ട് മുടിയോളം ഉടൽ കണ്ടു തൊഴുന്നേ. ഒന്നെങ്കിൽ പാദത്തെ തുടങ്ങി ആ മുടി വരെ വർണ്ണിക്കും, അല്ലെങ്കിൽ മുടി മുതല് പാദം വരെ വർണ്ണിക്കും. പക്ഷെ ഹനുമാൻ സീതാദേവിയോട് രാമൻ എങ്ങനെ ഇരിക്കും എന്ന ചോദ്യത്തിന്റെ ഉത്തരം പറഞ്ഞത് ഭഗവാന്റെ കണ്ണിനെ ആണ് എടുത്തത്. കമലപത്രാക്ഷ എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. അപ്പൊ അതിന് നിരവധി വ്യാഖ്യാനങ്ങള് ആചാര്യന്മാർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. രാമന്റെ ഓരോ അംഗങ്ങളുടെയും വലിപ്പം, അതിന്റെ രൂപം, രാമന്റെ നിറം, ഇതൊക്കെ ഹനുമാൻ സ്വാമി അവിടെ പറയുന്നുണ്ട്. നമ്മൾ സീരിയലിലും അതോടൊപ്പം തന്നെ ചിത്രങ്ങളിലും കാണുന്ന നിറമല്ല, കറുത്ത നിറമാണ്. കൃഷ്ണൻ എങ്ങനെയാണോ കറുത്തത് അതേ നിറം തന്നെയാണ് രാമനും. അവിടെ സൂചിപ്പിക്കുന്നുണ്ട്, ഭഗവാന്റെ കണ്ഠം, കഴുത്ത് ശംഖിന് സമമാണ്. പുരികങ്ങള്, ഭഗവാന്റെ നയനങ്ങള്, നാസിക, അതോടൊപ്പം ചുണ്ടുകള്, ദന്തങ്ങള്, കവിള്, അതോടൊപ്പം ഭഗവാന്റെ മാറ്. അവിടെ പറയുന്ന മഹാപുരുഷ ലക്ഷണത്തിൽപ്പെട്ട ദീർഘബാഹു അവിടെ പറയപ്പെടുന്നു. എന്താണ് ഭഗവാന് പറയുന്നത്? സ്കന്ദൻ എന്നൊക്കെ പറയും. എന്താ വാക്കിന്റെ അർത്ഥം? ഗാന്ധിജിക്ക് ഇതേ ഉണ്ടായിരുന്ന ഒന്നാണ്, ഇതേ ലക്ഷണങ്ങൾ. അതായത് തൻ്റെ കയ്യിന്റെ ഉള്ളം ഭാഗം കാൽമുട്ട്, കാലിന്റെ മുട്ടിൽ തൊടുന്ന ദീർഘബാഹു എന്നറിയപ്പെടുന്ന ലക്ഷണമാണ്. ആ പേര് വരാൻ കാരണം അതാണ്. ഈ കയ്യിന്റെ കയ്യ് മുട്ടിൽ വന്ന് തട്ടും, ദീർഘബാഹു. ഇത് പിന്നീട് മഹാത്മാഗാന്ധിജിക്ക് ആ ലക്ഷണം ഉണ്ടായിരുന്നു എന്നാണ്. അങ്ങനെയുള്ള ആ രാമന്റെ വലിപ്പം പറയുന്നു, 8 അടി ഉയരം, 96 അങ്കുലം. ഇതാണ് രാമന്റെ രൂപം എന്ന് ഹനുമാൻ വാൽമീകി രാമായണത്തില് ആ ഉയരവും അംഗോപാംഗ വർണ്ണനയും നടത്തി. പിന്നീട് പറഞ്ഞു, അത് മാത്രമല്ല തേജസ് സൂര്യനെ പോലെയും രാമന്റെ ക്ഷമ ഭൂമിയെ പോലും, അതോടൊപ്പം തന്നെ ഭഗവാന്റെ യശസ് ഇന്ദ്രനെ പോലെയും ബുദ്ധിയില് ബൃഹസ്പതിയെ പോലുമാണ്. ഇത്രയും വർണ്ണിച്ചു കേട്ടപ്പോ ദേവിക്ക് മനസ്സിലായി വന്നത് ആ രാമദൂതൻ തന്നെയാണെന്ന്. എന്തുകൊണ്ടാണ് കണ്ണില് നോക്കി അല്ലെങ്കിൽ കണ്ണിനെ വർണ്ണിച്ചു തുടങ്ങിയതിന്റെ വ്യാഖ്യാനം പറയുന്നത് അതുകൊണ്ടാ. ഭഗവാന്റെ കണ്ണിനെ വർണ്ണിക്കണമെങ്കിൽ ആ കണ്ണിൽ നിന്ന് ഒരു കടാക്ഷം കിട്ടാത്ത ഒരാൾക്ക് വർണ്ണിക്കാൻ സാധ്യമല്ല എന്നാണ്. അതുകൊണ്ടാണ് ആ താമരക്കണ്ണനായിരിക്കുന്ന, പുണ്ടരീകാക്ഷനായിരിക്കുന്ന, കമലപത്രാക്ഷനായിരിക്കുന്ന ആ ഭഗവാന്റെ ആ കണ്ണുകളെ കൊണ്ട് വർണ്ണിച്ചതെന്ന്.
ഇത് തന്നെയാണ് ഇന്ന് നമ്മൾ പാരായണം അവസാനിപ്പിച്ചപ്പോ പറഞ്ഞ പ്രഹ്ലാദ ചരിതത്തില്. അവിടെ ആ ഭഗവാൻ പ്രഹ്ലാദൻ എന്തുകൊണ്ട് ഭയപ്പെട്ടില്ല? ഭഗവാന്റെ കണ്ണുകളിലേക്കാണ് നോക്കിയിരുന്നത്. കരുണാസമുദ്രം രാധാസഹായം. ഭഗവാന്റെ കണ്ണുകൾ എപ്പോഴും കാരുണ്യം നിറഞ്ഞതാണ്. അപ്പൊ ഹനുമാനിൽ നിന്നും ആ ഒരു കാര്യം ദേവി മനസ്സിലാക്കി. പിന്നീട് ദേവി ചോദിച്ചു, ഈ നരനും വാനരനും തമ്മിൽ എങ്ങനെയാണ് ബന്ധം ഉണ്ടായതെന്ന് ചോദിച്ചു. ശരിക്കും അതിലൊരു ആന്തരികമായ അർത്ഥമുണ്ട്. ബുദ്ധിമാനായ ആൾക്കേ അത് പറയാൻ പറ്റൂ. കഥ പറയുമ്പോ എന്താണ്, അവര് അഗ്നിസാക്ഷിയാക്കി സഖ്യം ചെയ്തു എന്ന് പറഞ്ഞു. പക്ഷെ അതല്ല ദേവി ഇവിടെ ഉദ്ദേശിച്ചത്. നരനും വാനരനും തമ്മിൽ എന്താ ഒരു വ്യത്യാസം? വാ എന്ന് പറയുന്ന ഒരു വ്യത്യാസം. മറ്റൊരു വ്യത്യാസം എന്താ? വാ, വാൽ. മനുഷ്യനും ആ വാനരനും തമ്മിൽ വാലിന്റെ ഒരു വ്യത്യാസമാണ് ഉള്ളത്. അപ്പൊ ദേവി ചോദിച്ചു, നിങ്ങൾ തമ്മിൽ എങ്ങനെ സംബന്ധം ഉണ്ടായി? ദേവി ചോദിച്ചതിന് മറ്റൊരു ആന്തരികാർത്ഥം, സാക്ഷാൽ ലക്ഷ്മി അമ്മ അറിയാത്ത ഒന്നും ഭഗവാനിലില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അറിയാതെ എങ്ങനെയാണ് നിങ്ങൾ തമ്മിൽ ഒരു ബന്ധമുണ്ടായത് എന്ന് ചോദിച്ചു. എന്തു മറുപടി പറയും ഹനുമാൻ? എന്തു മറുപടിയാ ഹനുമാൻ പറയേണ്ടത്? ഹനുമാൻ പറഞ്ഞു, അല്ലയോ അമ്മേ, ദേവി, ലക്ഷ്മി, സീതയെ, ദേവി അറിയാതെ ഒരിക്കലും ഒരാൾക്കും ഭഗവാനുമായിട്ട് യാതൊരു ബന്ധവും വയ്ക്കാൻ പറ്റില്ല. അപ്പൊ അതെങ്ങനെയെന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, രാക്ഷസനായിരിക്കുന്ന രാവണൻ ദേവിയെ കൊണ്ടുപോകുന്ന സമയത്ത് ദേവി തന്റെ ആഭരണങ്ങളെ ഞങ്ങളിലേക്ക് മുമ്പിലേക്ക് ഇട്ടു തന്നില്ലേ? ദേവിയുടെ ആഭരണം എന്ന് പറഞ്ഞാൽ ദേവി തന്നെയാണ്. ആഭരണങ്ങളാണ്, ദേവിയാകുന്ന ആഭരണങ്ങളാണ് രാമനുമായിട്ട് ബന്ധം വെച്ചത്. അതുകൊണ്ട് അമ്മയില്ലാതെ ഒരിക്കലും ഭഗവാനുമായിട്ട് ബന്ധം വെക്കാൻ സാധ്യമല്ല എന്ന് ഇവിടെ സൂചിപ്പിക്കുന്നു. ലക്ഷ്മീനാഥ സമാരംഭാം നാഥയാ മുനിമധ്യമാം. ലക്ഷ്മിയാണ് ഭഗവാന്റെ ശ്രീയപ്പതിയായിരിക്കുന്ന ആ ലക്ഷ്മി കടാക്ഷമില്ലാതെ ഒരിക്കലും ഭഗവാനെ നമുക്ക് അറിയാൻ സാധ്യമല്ല എന്ന് അവിടെ പറഞ്ഞു വെച്ചു. ഇപ്പോഴാണ് ആ ദേവി വന്നയാളുടെ കാര്യങ്ങളെയെല്ലാം ബോധ്യമായത്. ഇവിടെ വളരെ വിശേഷപ്പെട്ട 3 കാര്യങ്ങളെയാണ് ഹനുമാൻ നിർവഹിച്ചത്. അതാണ് ഇതിലെ ഏറ്റവും പ്രതിപാദ്യമായ വിഷയം. തന്റെ ശരീരം ഉപേക്ഷിക്കാൻ, ആത്മഹത്യ ചെയ്യാൻ പോകുന്ന സീതയെ അതിൽ നിന്നും പിന്തിരിപ്പിക്കണം. സീതയ്ക്ക് രാമൻ കൊടുത്ത ആശ്വാസവാക്കുകൾ പറയണം. 3ാമതായിട്ട് സീതയെ സന്തോഷമാക്കി ഇരുത്തിയിട്ട് വേണം പോകാൻ. ഈ 3 കാര്യങ്ങളും മറ്റാരേക്കാളും മനോഹരമായിട്ട് ബുദ്ധികൂർമ്മതയുള്ള സാക്ഷാൽ സൂര്യഭഗവാന്റെ ശിഷ്യനായിരിക്കുന്ന ആ ഹനുമാൻ സ്വാമിക്കാണ് സാധ്യമാകുക. അതുകൊണ്ടാണ് ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം മനോഗത അജാഠ്യം വാക്പടുത്തം ദാ. ആ ഹനുമാൻ സിദ്ധി ഭവോഭവ, ഹനുമാന്റെ ഗുണങ്ങളെയാണ് ഈ 8 സിദ്ധികളെ പറയുന്നത്. അതിന് ഹനുമാൻ ചെയ്തത് എന്താ? ആദ്യം തന്നെ നിരാശയിലാണ്ടുപോയി ശരീരം ഉപേക്ഷിക്കാം എന്ന് തീരുമാനിക്കുന്ന ഹനുമാൻ സ്വാമി ആ സീതാദേവിക്ക് രാമായണം പാടി അതിൽ നിന്നും ആ ഒരു ആശ്വാസത്തെ കൊടുത്തു. പിന്നീട് 2ാമതായിട്ട് രാമന്റെ അംഗോപാംഗ വർണ്ണനയോടുകൂടി രാമന്റെ ദൂതനാണ്, ദേവി ഭയപ്പെടണ്ട, ദേവിയുടെ മുന്നിലേക്ക് രാമൻ ഉടനെ തന്നെ വരും എന്ന് 2ാമതായിട്ട് ദേവിയെ ആശ്വസിപ്പിച്ചു. 3ാമതായിട്ട് ആ സീതയ്ക്ക് ആനന്ദത്തെ കൊടുക്കണം. വാനരോഹം മഹാഭാഗേ ദൂതോ രാമസ്യ ധീമത രാമനാമ അങ്കിതം ചേതം പശ്യദേവ്യം അങ്കുലീയകം സമാശ്വസി ഭദ്രം ദേ തേഷേന ദുഃഖഫലാസ്യസി. അത് കഴിഞ്ഞ് എന്ത് ചെയ്തു? ഇനി ആനന്ദത്തെ കൊടുക്കണം. അങ്ങനെ ആനന്ദത്തെ കൊടുക്കണമെങ്കിൽ എന്ത് വേണം? ഭഗവാൻ തന്നിരിക്കുന്ന ആ മോതിരത്തെ, അങ്കുലീയത്തെ എടുത്ത് ഹനുമാൻ സ്വാമി തന്റെ കയ്യിൽ വെച്ച് നീട്ടി എന്നാണ്. കൊടുത്തു എന്നല്ല. കൊടുത്താൽ എങ്ങനെ കൊടുക്കണം? നമ്മൾ ഒരാൾക്കൊരു വസ്തു കൊടുക്കുമ്പോൾ ഇങ്ങനെ കൊടുക്കണം, സീതാദേവി ഇങ്ങനെ വാങ്ങിക്കണം. എന്തിനാ ഇത്രയും വിസ്തരിച്ച് വാൽമീകി പറയുന്നത്? കൊടുത്തു എന്ന് പറഞ്ഞാൽ പോരെ നമുക്ക് ലളിതമായിട്ട് ചിന്തിക്കാൻ പോരാ. അതിലൊക്കെ അതാണ് അവിടെ മധുരാക്ഷരത്തിൽ വാൽമീകി പറഞ്ഞത്. ഓരോ രംഗങ്ങളെയും നമ്മൾ മനസ്സിലൊന്ന് ചിന്തിച്ചാൽ അറിയാം. ലക്ഷ്മിയിൽ നിന്നും പ്രസാദം നമ്മളാ വാങ്ങിക്കേണ്ടത്, നമ്മളല്ല ലക്ഷ്മിക്ക് പ്രസാദം കൊടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ അതൊക്കെയാണ് ഹനുമാന്റെ ബുദ്ധി, ഹനുമാന്റെ ആ ഏറ്റവും ശ്രേഷ്ഠത. ഹനുമാൻ തന്റെ കൈകളിൽ വെച്ച് ആ അങ്കുലീയത്തെ നീട്ടി. ദേവി അങ്കുലീയത്തെ എടുത്ത് കണ്ണുനീരാൽ അഭിഷേകം. ഈ ഒരു സന്ദർഭത്തില് അവിടെ പറയുന്നുണ്ട്, പണ്ട് ദേവിയിൽ ആനന്ദം ഉണ്ടായത്, ദേവി അപ്പൊ ഒരു സന്ദർഭത്തെ ഓർക്കുന്നതാണ്. പണ്ട് അയോധ്യയില് ഭാര്യാഭർത്താക്കന്മാരായിട്ട് ജീവിച്ചു 12 വർഷത്തോളം. ആ ഒരു കാലഘട്ടത്തിൽ
ഇടയ്ക്ക് ഏത് കുടുംബത്തിലും ഉണ്ടാകുന്നത് പോലെ സൗന്ദര്യ പിണക്കങ്ങൾ ഉണ്ടാകിയെന്നാണ്. ഒരിക്കൽ 2 ദിവസത്തോളം പരസ്പരം മിണ്ടാതിരുന്നു എന്നാണ് രാമനും സീതയും. അപ്പോ രാമനൊരാഗ്രഹം, സീതയുമായിട്ടുള്ള കലഹം തീർത്തൊന്ന് സംസാരിക്കണം. അപ്പൊ ആരാദ്യം സംസാരിക്കും? ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായ സംഭവങ്ങളാണ് അല്ലെ? ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ആദ്യം ആര് സംസാരിക്കും? അവിടെ രാമൻ തന്നെ തീരുമാനിക്കുന്നു ദേവിയുമായിട്ട് സംസാരിക്കണം, അതിനൊരു വഴി ഉണ്ടാക്കണം. അതിനെന്ത് ചെയ്തു? രാമൻ തന്റെ മോതിരത്തെ ഊരി നിലത്ത് ഇട്ടു. അതിനുശേഷം പറഞ്ഞു നടന്നു, എന്റെ മോതിരം കാണുന്നില്ല, മോതിരം കാണുന്നില്ല എന്ന് രാമൻ പറഞ്ഞു നടന്നപ്പോഴോ പെട്ടെന്ന് ഇത് കേട്ട ദേവി പെട്ടെന്ന് തെരഞ്ഞ് ആ മോതിരം കിട്ടി. ദേ മോതിരം എന്ന് പറഞ്ഞു കൊടുത്തു. ആ ഒരു സന്ദർഭത്തിലാണ് 2 ദിവസത്തോളം മിണ്ടാതിരുന്ന ദമ്പതിമാരെ കൂട്ടിച്ചേർത്ത് ഈ മോതിരമാണെന്നാണ്. ആ ഒരു സന്ദർഭത്തെ ഓർത്ത് 10 മാസത്തോളം പിരിഞ്ഞിരിക്കുന്ന രാമനെ വീണ്ടും സന്ധിക്കാനുള്ള ഒരു പ്രതീക്ഷയാണല്ലോ, അതുകൊണ്ട് ദേവി ആനന്ദിച്ചു എന്നാണ്. അപ്പൊ എന്തൊക്കെയാണ് കാര്യങ്ങൾ ഹനുമാൻ ചെയ്തത്? ഹനുമാന്റെ ഏറ്റവും വളരെ വിശേഷപ്പെട്ട ഹനുമാൻ പാടിയ രാമായണത്തെ 3 കാര്യങ്ങളെ കൊണ്ടാണ് ഹനുമാൻ തന്റെ ആ ദൂത കൃത്യത്തെ നിർവഹിച്ചത് എന്നാണ്. ഭഗവാൻ തന്നെ വിളിച്ച് ഒരു അങ്കുലീയം കൊടുത്തു. ഈ അങ്കുലീയത്തെ ദേവിയുടെ മുമ്പിൽ സാധാരണ കൊടുത്താൽ എങ്ങനെ സംശയിക്കാം? രാവണൻ വിചാരിച്ചാൽ മായയിലൂടെ ഇതൊക്കെ സൃഷ്ടിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ബുദ്ധിമാനായിരിക്കുന്ന ഭഗവാൻ ആഞ്ജനേയൻ അത് ആദ്യം തന്നെ 3 കാര്യങ്ങളെ കൊണ്ടാണ് അത് നിർവഹിച്ചതെന്ന് നമ്മൾ സൂചിപ്പിച്ചു. ആദ്യം പ്രതീക്ഷ നഷ്ടപ്പെട്ട ദേവിക്ക് പ്രതീക്ഷയായിട്ടുള്ള ആ രാമായണത്തെ പാടിക്കേൾപ്പിച്ചു. രണ്ടാമതായിട്ട് രാമദൂതനാണ് താന് എന്ന് ആ ദേവിയുടെ മുമ്പിൽ തെളിയിച്ചു. ഭഗവാന്റെ അംഗോപാംഗ വർണ്ണന നടത്തി. അടിതൊട്ട് മുടിയോളം അവിടെ ഹനുമാൻ വർണ്ണിച്ചു. അതോടെ ഉറപ്പു വന്നു. ഇനി സീതയ്ക്ക് ആനന്ദത്തെ കൊടുക്കാനായിട്ടാണ് ആ അങ്കുലീയത്തെ കൊടുക്കുന്നത്. അങ്കുലീയത്തെ കിട്ടിയ ദേവിയുടെ ആ ഒരു ആനന്ദം, കണ്ണീരാല് അങ്കുലീയത്തെ അഭിഷേകം ചെയ്തു. ആ സന്ദർഭത്തെ ഒക്കെ നമ്മൾ അനുസ്മരിച്ചു. അപ്പോഴാണ് സീതാദേവി ഭഗവാന് കൊടുക്കുന്ന ആ ഒരു പേര്, അല്ലെങ്കിൽ സീതാദേവിയുടെ ആ ശ്ലോകത്തെയാണ് പിന്നീട് ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ആഞ്ജനേയമതിപാടലാനനം കാഞ്ചനാദ്രികമനീയ വിഗ്രഹം പാരിജാതതരുമൂലവാസിനം ഭാവയാമി പവമാനനന്ദനം. സുന്ദരകാന്ഡത്തെ സുന്ദരീ ലങ്ക, സുന്ദരീ സീത, സുന്ദരീ കഥ എന്നറിയപ്പെടുന്ന ആ സുന്ദരി ആയിരിക്കുന്ന ലങ്കയെ വർണ്ണിക്കുന്നതും സുന്ദരിയായിരിക്കുന്ന സീതയെ വർണ്ണിക്കുന്നതും സുന്ദരനായിരിക്കുന്ന ഹനുമാൻ അവിടെ എത്തിച്ചേർന്നതുമായ രാമായണം മുഴുവനും പാരായണം ചെയ്യുന്നതിൻ്റെ സംക്ഷിപ്തമാണ് സുന്ദരകാന്ഡം. ആ സുന്ദരകാന്ഡത്തിലെ വളരെ വിശേഷപ്പെട്ട ഒരു ഭാഗത്തെയാണ് നമ്മൾ വർണ്ണിച്ചുകൊണ്ടിരുന്നത് ദീപാരാധനയ്ക്ക് മുന്നേ. ഹനുമാന്റെ ഏറ്റവും വളരെ വിശേഷപ്പെട്ട ഹനുമാൻ പാടിയ രാമായണത്തെ 3 കാര്യങ്ങളെ കൊണ്ടാണ് ഹനുമാൻ തന്റെ ആ ദൂത കൃത്യത്തെ നിർവഹിച്ചത് എന്നാണ്. ഭഗവാൻ തന്നെ വിളിച്ച് ഒരു അങ്കുലീയം കൊടുത്തു. ഈ അങ്കുലീയത്തെ ദേവിയുടെ മുമ്പിൽ സാധാരണ കൊടുത്താൽ എങ്ങനെ സംശയിക്കാം? രാവണൻ വിചാരിച്ചാൽ മായയിലൂടെ ഇതൊക്കെ സൃഷ്ടിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ബുദ്ധിമാനായിരിക്കുന്ന ഭഗവാൻ ആഞ്ജനേയൻ അത് ആദ്യം തന്നെ 3 കാര്യങ്ങളെ കൊണ്ടാണ് അത് നിർവഹിച്ചതെന്ന് നമ്മൾ സൂചിപ്പിച്ചു. ആദ്യം പ്രതീക്ഷ നഷ്ടപ്പെട്ട ദേവിക്ക് പ്രതീക്ഷയായിട്ടുള്ള ആ രാമായണത്തെ പാടിക്കേൾപ്പിച്ചു. രണ്ടാമതായിട്ട് രാമദൂതനാണ് താന് എന്ന് ആ ദേവിയുടെ മുമ്പിൽ തെളിയിച്ചു. ഭഗവാന്റെ അംഗോപാംഗ വർണ്ണന നടത്തി. അടിതൊട്ട് മുടിയോളം അവിടെ ഹനുമാൻ വർണ്ണിച്ചു. അതോടെ ഉറപ്പു വന്നു. ഇനി സീതയ്ക്ക് ആനന്ദത്തെ കൊടുക്കാനായിട്ടാണ് ആ അങ്കുലീയത്തെ കൊടുക്കുന്നത്.
അങ്കുലീയത്തെ കിട്ടിയ ദേവിയുടെ ആ ഒരു ആനന്ദം, കണ്ണീരാല് അങ്കുലീയത്തെ അഭിഷേകം ചെയ്തു. ആ സന്ദർഭത്തെ ഒക്കെ നമ്മൾ അനുസ്മരിച്ചു. അപ്പോഴാണ് സീതാദേവി ഭഗവാന് കൊടുക്കുന്ന ആ ഒരു പേര്, അല്ലെങ്കിൽ സീതാദേവിയുടെ ആ ശ്ലോകത്തെയാണ് പിന്നീട് ആ പഞ്ചമുഖ ആഞ്ജനേയൻ എന്നുള്ള രീതിയിൽ ഭഗവാൻ അറിയപ്പെട്ടത്. അവിടെ വാനരോത്തമനായിരിക്കുന്ന ഭഗവാന്റെ വാനരമുഖം, അതോടൊപ്പം തന്നെ സാമർഥ്യത്തില് അവിടെ നരഹരിയായിരിക്കുന്ന ഭഗവാന്റെ സിംഹമുഖം, ജ്ഞാനത്തിന്റെ കാര്യത്തില് ജ്ഞാനാനന്ദമയം ദേവം നിർമ്മല സ്ഫടികാകൃതിയും ആധാരം സർവവിദ്യാനം ഹയഗ്രീവം ഉപാസ്മരയിൽ, ഹയഗ്രീവമൂർത്തി അവിടെ പറയും, പുരാണം പറയും, സാക്ഷാൽ ദക്ഷിണാമൂർത്തിക്കും അതോടൊപ്പം തന്നെ ദേവിക്കും എല്ലാവർക്കും ജ്ഞാനത്തെ ഉപദേശിക്കുന്ന മൂർത്തിയാണ് അവിടെ ഹയഗ്രീവനായിട്ടുള്ള. അപ്പൊ ജ്ഞാനത്തിന്റെ തലത്തില് ഹയഗ്രീവനായിട്ടും അതോടൊപ്പം തന്നെ ലങ്കയിലേക്ക് പറന്നൊരു പറവയെ പോലെ വന്നു, ഗരുഡനെ പോലെ ചുറ്റും അന്വേഷിച്ച് സീതയെ കണ്ടെത്തി. അതോടൊപ്പം തന്നെ എനിക്ക് പറയാൻ പോകുന്ന രംഗങ്ങളിലെ ശത്രുക്കളുടെ മുകളിലൊക്കെ വിജയം നേടുന്ന ആ ഗരുഡനായിരിക്കുന്ന ഭഗവാന്റെ ഗരുഡമുഖം, പിന്നീട് ആ ഭൂമിദേവിയെ വീണ്ടെടുത്ത വരാഹരൂപി. ഇവിടെ ആ ഭൂമിക്ക് തത്തുല്യാണ് സീത, അല്ലെ, ഭൂമിജയാണ്. ആ സീതയെ ആ ലങ്കയിൽ നിന്നും കണ്ടെടുത്ത് രാമനിലേക്ക് ആ സന്ദേശത്തെ എത്തിക്കുന്നു. അതുകൊണ്ട് തന്നെ വരാഹ രൂപം. ഇങ്ങനെ വിക്രാന്തസ്ഥം സമർത്ഥസ്ഥം പ്രജ്ഞാസ്ഥം വാനരോത്തമം യനേദം രാക്ഷസപദം ത്വയേകേന പ്രവർഷിതം. ഇങ്ങനെയുള്ള ആ ഭഗവാന്റെ പഞ്ചമുഖ പഞ്ചമുഖ ആഞ്ജനേയ രൂപത്തെ സീതാദേവി അവിടെ ഉറപ്പിച്ചു പറയുന്നു. ഈ 5 ഗുണങ്ങളാണ് ആ ഭഗവാന്റെ 5 ശിരസായിട്ട്. ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് ഇവിടെ വളരെ അടുത്ത ആഞ്ജനേയ ക്ഷേത്രമായിരിക്കുന്ന ആലുവ ദേശത്തുള്ള അവിടെ വളരെ വിശേഷപ്പെട്ട ആ ഭഗവാന്റെ പ്രതിഷ്ഠ നടത്തിയിട്ടുണ്ട്. പോയിട്ടുള്ളവർക്ക് അറിയാം. ഭൂമിക്കടിയിൽ വളരെ സുഖ കാലാവസ്ഥ അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ഏത് ചൂടുകാലത്തും ആ പഞ്ചമുഖ ആഞ്ജനേയനായിരിക്കുന്ന ഭഗവാന്റെ ആ രൂപം, ആ ഗുണങ്ങളാണ് ഭഗവാന്റെ പഞ്ചമുഖ ആഞ്ജനേയൻ. അതവരെയാണ് നമ്മൾ